ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കൂടുതൽ ഗുരുതര വെളിപ്പെടുത്തൽ. ശബരിമല ശ്രീകോവിലുള്ള പുതിയ വാതിൽ നിർമ്മിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്. ശില്പി നന്ദകുമാർ ഇളവള്ളി ബംഗളൂരുവിലാണ് പുതിയ വാതിൽ പണിതത്. നേരത്തെ ഉണ്ടായിരുന്ന വാതിലിലെ സ്വർണം പൂശിയ ലോക്കുകൾ തന്നെ വീണ്ടും ഉപയോഗിച്ചു. ഇപ്പോഴത്തെ വിവാദമുണ്ടായതിന് 4 ദിവസം മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ വിളിച്ചിരുന്നുവെന്നും ബംഗളൂരു ജാർക്കഹോളി അയ്യപ്പ ക്ഷേത്രത്തിലും സ്വർണ്ണപ്പാളി പ്രദർശിപ്പിക്കാൻ ശ്രമം നടന്നുവെന്നും വെളിപ്പെടുത്തൽ വരുന്നു. വിവരങ്ങൾ സാനു കെ സജീവ് നൽകും. സാനു, പറയൂ. ഗൗതം, എന്തായാലും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ വാദങ്ങളെ ഖണ്ഡിക്കുന്ന നിലയിലാണ് ഈ ദാരുശില്പിയായിട്ടുള്ള നന്ദൻ ഇളവള്ളി രംഗത്ത് വന്നിട്ടുള്ളത്. അതായത് ഈ ക്ഷേത്രത്തിന്റെ വാതിലുകൾ നിർമ്മിച്ചത് താനാണ്. ഒപ്പം തന്നെ ഈ ഒരു വിവാദമുണ്ടാവുന്നതിന് 4 ദിവസം മുമ്പ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തന്നെ ബന്ധപ്പെട്ടിരുന്നു. ഈ ശ്രീകോവിലിനടിയിലെ എലി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ചെമ്പ് പാളി അവിടെ നിർമ്മിച്ചിട്ടുണ്ടോ, അത്തരത്തിൽ ചെമ്പ് പാളി എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് നന്ദനെ ബന്ധപ്പെടുന്നത്. തുടർന്ന് ആ ബന്ധപ്പെടലിൽ തന്നെ അത്തരത്തിൽ ഒരു ഫോൺ കോളിൽ തന്നെ ചില സംശയങ്ങൾ തനിക്ക് തോന്നിയിരുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ബാംഗ്ലൂരിലാണ് ഈ വാതിലുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ആ സമയത്ത് തന്നെ ഈ ഒരു സ്വർണ്ണപ്പാളികൾ അവിടെ പ്രദർശനത്തിന് വെക്കാൻ, അല്ലെങ്കിൽ അവിടെ മറ്റുള്ളവർക്ക് വന്ന് കണ്ടു തൊഴുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ നീക്കങ്ങൾ അവസാനിപ്പിച്ചത് തന്ത്രിയുടെ ഒരു ഇടപെടൽ കൊണ്ടാണെന്നും അദ്ദേഹം പറയുന്നു. അന്ന് അവിടെ ഇത് വെക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് അവിടെയുള്ള വിശ്വാസികൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത് നിന്ന് ചില നടപടിയൊക്കെ ഉണ്ടായപ്പോൾ അതിനെ എതിർത്തത് തന്ത്രിയാണ്. ആ തന്ത്രിയുടെ ഒറ്റ നിലപാട് കൊണ്ടാണ് അത്തരത്തിൽ അത് അവിടെ വയ്ക്കാനായിട്ട് കഴിയാതെ പോയതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇദ്ദേഹം സൂചിപ്പിക്കുന്നു. ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ ഒരു ഡോറുകൾ, അല്ലെങ്കിൽ ഈ ഒരു വാതിലുകൾ താൻ പണിതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ബാംഗ്ലൂരിൽ ഇത് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ഉണ്ടായപ്പോൾ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എംപിമാരടക്കം, അവിടുത്തെ വ്യവസായ പ്രമുഖരടക്കം അത് വന്ന് കാണുന്നതിനും അത് ദർശനം നടത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ കാലേക്കൂട്ടി തന്നെ എംപിമാരൊക്കെ ബാംഗ്ലൂരിൽ എത്തിയതായിട്ടും ഈ ദാരുശില്പി വ്യക്തമാക്കുകയാണ്. നന്ദൻ ഇളവള്ളി അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ ഒരു നീക്കം അത് ചില സാമ്പത്തിക ഇടപാടുകളുടെ കൂടി ഭാഗമാണെന്നടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ വാതിലുകളുടെ നിർമ്മാണം തയ്യാറാക്കിയത് ബംഗളൂരുവിലെ ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിൽ വെച്ചാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, അവിടുത്തെ ഈ ഒരു സ്വർണവുമായി ബന്ധപ്പെട്ട് അത് കളവ് പോയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണങ്ങൾക്ക് മറ്റൊരു തലം കൂടി നൽകുന്നതാണ്. അതായത് ഈ വിവാദങ്ങൾ ഉണ്ടാവുന്നതിന് 4 ദിവസം മുമ്പ് കാലേക്കൂട്ടി തന്നെ ബന്ധപ്പെട്ടിരുന്നു. ഈ ചെമ്പ് പാളികൾ വെച്ചാണ് ഈ ഡോറിന്റെ വിടവ് അടയ്ക്കുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ തന്നോട് ആരാഞ്ഞിരുന്നു. ആ ഒരു കാര്യങ്ങൾ തിരക്കിയപ്പോൾ തന്നെ തനിക്ക് ചില സംശയങ്ങൾ തോന്നി. അത് തൻ്റെ സുഹൃത്തുക്കളോട് പങ്കുവച്ചിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ഇദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ വിജയമല്യ പൂശിയ സ്വർണത്തിന് മങ്ങലുണ്ടായിട്ടില്ല, ഇദ്ദേഹം പൂശിയിട്ടുള്ള സ്വർണത്തിന് എങ്ങനെ മങ്ങലുണ്ടായി എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദ്യമുഖേന അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയാണ്. എന്തായാലും ആ ഒരു പ്രസ്താവന കൂടുതൽ ഈ ജോലി ചെയ്തത് താനാണ്, ഇതിലെങ്ങനെയാണ് വീഴ്ച ഉണ്ടായെന്ന് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടി ഒരു അന്വേഷണം കൂടി വേണമെന്നും ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. ഗൗതം, ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കൂടുതൽ ഗുരുതര വെളിപ്പെടുത്തൽ. ശബരിമല ശ്രീകോവിലിനുള്ളിൽ പുതിയ വാതിൽ നിർമ്മിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്. വാതിൽ പണിത ദാരുശില്പി നന്ദകുമാർ ഇളവള്ളിയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. സാനു കെ സജീവാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.